വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അനുരഞ്ജിതമായ മനസ്സോടുകൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം. കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ ബലി പരസ്പരം ക്ഷണിച്ചുകൊണ്ടും അനുരഞ്ജിതമായ മനസ്സിലാണ് ദൈവം കൃപയൊടുക്കുന്നത്. മുറിവേറ്റ മനസ്സാണ് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ ബലി. ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് കണ്ണുനീര് സമ്മാനിച്ചവർ, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് വേദനിക്കേണ്ടി വന്ന കണ്ണുനീര് ഇന്ന് ഈ കാസിയിലും വിലാസിയിലുമായി നമ്മൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നമ്മളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് ഈശോയുടെ തിരുസന്നിധി സമർപ്പിക്കാം. 3 മക്കളുള്ള ഒരു കുടുംബം ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യാവക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കുർബാനയിൽ അതുപോലുള്ള എല്ലാ നിയമങ്ങളും നമുക്കുണ്ടെങ്കിലും ആ ഒരു കുടുംബത്തെയും പ്രത്യേകിച്ച് അവരുടെ ഭവനമൊന്ന് വിട്ടുകിട്ടാനും അവരുടെ സാമ്പത്തിക കടബാധയിൽ നിന്ന് രക്ഷപ്പെടുവാനുമായി ഇതുപോലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ തിരുസന്നിധി സമർപ്പിച്ച് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും നവീകരണത്തിനും വേണ്ടി നമ്മളൊന്ന് ചേർന്ന് തിരുസന്നിധി സമർപ്പിച്ച് പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരെയും പ്രത്യേകിച്ച് ഇന്ന് ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഈ മാസം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഒരുമയോടുകൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ
പരിശുദ്ധാത്മാവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലേശാമിൻ തിരുനാമം വാഴ്ത്തിയിടും ജ്ഞാനവരണം. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ ആശീർവദിക്കട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അനുഗണത്തിന്റെ ഭാവങ്ങളുടെ മോചനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളത് നൽകുന്നത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടിടുവിൻ പാടിടുവിൻ സർവ്വരുമായി പാടിടുവിൻ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരൻ
കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സർവജ്ഞനായ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം ഗുരുവായൂർ വിശുദ്ധാദിനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. നിങ്ങൾക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവിന്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾ സമ്പൂർണ്ണമായി ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുമ്പോഴും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുമോ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് രണ്ട് പ്രാർത്ഥനകൾ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവമേ, ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈ ധ്യാനത്തിലും ഈ പ്രാർത്ഥനയിലും ഈ ആരാധനയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിലാൽ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി സൗഖ്യം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യത മൂലം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിവാഹാന്തസ് തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ശാരീരിക രോഗങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ചെറുപ്പക്കാരെയും കർത്താവെ പരിശുദ്ധാത്മാവോട് നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനമന്ത്രത്തെ ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തരെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന എല്ലാ മക്കൾക്കും സൗഖ്യവും സമാധാനവും നൽകി ദൈവം ജീവിക്കുന്നവരാണെന്നുള്ള അനുഭവം ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഈശോയുടെ തിരുസന്നിധി സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരുണ്ട്. നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്ത നമ്മുടെ ഗായക സംഘവും മറ്റ് ശുശ്രൂഷകരെല്ലാവരും ഉണ്ട്. അവരെയും നമുക്ക് ഓർക്കാം. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നമ്മുടെ ഈ ഭവനത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സന്തോഷപ്രത്യാശയോടുകൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. സിനിമാണെന്ന് സുശേഷവാനുകളെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവേ ലോകവും മതം പ്രവേശിക്കുവാൻ ഞങ്ങളെ ശക്തരാകുന്നതിൽ വരണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മലാകേക്കണമെന്ന് വലിയപോലെ ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പരിഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീവനമായ മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യപ്പനായ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹവുമായ സഭയുടെ മേൽ ഞങ്ങളുടെ കണ്ണു നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും സത്യയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാവരും യോഗ്യരാകണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ദൈവാരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഇവരുടെ ആൾത്താർമുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടുകൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ
നീതിമാനായ മാർ യോസേഫിന്റെ സ്മരണയിൽ വിശുദ്ധ ബലിപീഠങ്ങൾ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ഘോഷിക്കട്ടെ. വിധിയെ മരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സമയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠങ്ങൾ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീശുമാരും പുത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും നന്മജാരുടെയും കനിയുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സൗരീശ്വർമാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസിനെ വിശ്വാസമായ എല്ലാവരുടെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വരുന്ന സ്വകാര്യ രക്ഷയ്ക്കും സ്വർഗ്ഗരാൽ നിത്യനും കാരണമാകട്ടെ. കർത്താവേ ആസ്വദിക്കണമേ. സഹോദരങ്ങളെ, കൃപാനീയത കരങ്ങളോടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിക്കേണ്ട ശരീരരക്തങ്ങളാകും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, നിങ്ങൾ സമാധാനം ആചരിക്കുകയും വിശയോടുകൂടെ കർത്താവിനെയും അവിടുത്തെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുകയും ഭയഭക്തിമാലസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വികാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ കാത്തോടും ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ
നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിതാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിതാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വങ്ങളുടെ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ ഹൃദയവും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഈ ലോകത്തെയും മുതലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസുരി ആയിരങ്ങളും മാലാഖമാണ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരുടെ സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായൊച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീ ഒരു പരിശുദ്ധ അമ്മയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വീടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ വാസ്യമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ വൻ സ്വഭാവം സ്വീകരിക്കുകയും അകമതിച്ചുപോയി ഞങ്ങളെ സംതരിക്കുകയും എതിരായി ഞങ്ങളെ ദീപിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കടമറ്റം വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്തോണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൊണ്ട് ദൈവാരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സത്യമായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭടകളും ഭരണാധികാരിയുമായ റോമാലയ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേധാധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തരന്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകരുടെയും സ്ത്രീകളുടെയും രക്തസാക്ഷികളുടെയും വന്നകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായി വിധമർപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കൃപാനെ സ്വീകരിക്കണമേ. ലയിച്ചതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആവശ്യമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മനംമൂലം വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരുന്നുകൊണ്ട് ഈ ധ്യാനമന്ദിരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അവരുടെ ഓരോരുത്തരെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഈ പുതിയൊരു മാസത്തെ ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അയോഗ്യരായി എനിക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അപേക്ഷിക്കാന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദനത്തിന് ദൈവമാതാവായ വിശുദ്ധ അമ്മയുടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണം അങ്ങയുടെ അഗമനീയവും സമൃദ്ധവുമായ കവിയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. നിങ്ങളുടെ ദൈവത്തിനായി ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസിൽ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസയുടെ സന്താനങ്ങളുമായി തന്നെ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനം ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെയും കൃപാനയിലൂടെ ആവർത്തിച്ചതിനെ ആസ്വദിക്കുകയും ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെ എപ്പോഴും പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും എനിക്ക് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച്
അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പ്രകൃതി അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജിതായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരണത്തിനൊത്തവിധം എന്നോട് ദൈവമേ. പരിമള സസ്യങ്ങളുടെയും സൗന്ദര്യങ്ങളുടെയും നാഥാശ്രേഷ്ഠ പുരോഹിതനായ അഗർവൽ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച് ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപങ്ങളെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവായ ദൈവമേ, പാവമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നിലയിടിയ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഭഗനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷികളെ സ്വന്തമാക്കണമേ. കർത്താവായ ദൈവമയുടെ കാരുണ്യം പ്രത്യാസനം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തെ സ്വന്തപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ഈ ബലിപീഠത്തെയും പാവമോചങ്ങളായ തിരിശരീരങ്ങളെയും സ്വന്തപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തോ യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജിതായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങുന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരായിരിക്കും പ്രതിതാപാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ സ്ഥിതിരഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പതിയാളുകളെ സമീപിക്കാം. പൂർണ്ണതയോടും മനസ്സോടുകൂടി നമുക്ക് നിത്യദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടുകൂടി സഭയുടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുദാനമായ ശരണത്തോടെ അവരാത്മതിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും അവസരത്തിലെ നാഥനാദത്തോടെ കൃപയും പാപത്തിനും യാചിക്കുകയും ചെയ്യാം. വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനും ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങൾ ശരണമുയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സർവ്വവിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നവതനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്നിക്കണമേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ
സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിക്കുന്നവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തോടതാകുന്നു. ജീവിതത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുവിൻ. എല്ലാ ക്ലേശങ്ങളും വേദനകളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ദൈവം നമ്മൾ താഴ്ച ഒരുപാട് കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുകയും സഹോദരനെ വരുവീൻ. വിശാസങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടിയോടെ സ്തുതിക്കുകയും ചെയ്യുകയും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാവിന്റെ സമ്പത്തിൽ വിധിയായി മാറുന്ന കർത്താവിന്റെ സാന്നിധ്യം എല്ലാവരോടും പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, കർത്താവെ, നിന്നെ സ്വീകരിക്കുവാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ യോഗ്യനല്ല, അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് അനുദപിച്ച്, ആഴത്തിൽ അനുദപിച്ച് നമുക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഞാൻ മൂലം ആരുടെയെങ്കിലും കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ ദൈവമേ, എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എല്ലാം സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും നൽകണമേ, കരുണ വർഷിക്കണമേ എന്ന് ഈ വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ വിശ്വാസകരമാവരുടെ കാരണത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ആമേൻ.
കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും യുദായവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുട്ടികളുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും യുദായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആദ്യമായി ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മായ്ച്ചുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ ശ്രദ്ധയാതിരണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് എന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വരം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വസ്തി